ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. സിറിയ രാജാവായ ബൻഹദദ തൻ്റെ സൈന്യങ്ങളുമായി ഇസ്രായേൽ രാജ്യം വളഞ്ഞു. ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത് സമറിയയെ വളഞ്ഞു. ആ സമയത്ത് സമറിയ രൂക്ഷമായ പട്ടിണിയിലായിരുന്നു. ഒരു കഴുതത്തലയുടെ വില എന്ന് പറയുന്നത് 8 ഷക്കൽ വെള്ളിയാണ്. അതുപോലെ തന്നെ 1/4 കാബ് കാട്ടുള്ളിയുടെ വില 5 ഷക്കൽ വെള്ളിയാണ്. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ രൂക്ഷമായ ക്ഷാമം നടക്കുകയാണ്. രാജാവ് കോട്ടമതിലിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ രാജാവിനെ വിളിച്ചപേക്ഷിച്ചു, പ്രഭു, എൻ്റെ ജീവിതത്തിൽ ദുരിതത്തിലാണ്, അങ്ങനെ സഹായിക്കണമേ. അവൻ പറഞ്ഞു, കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയും? എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ? ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചണവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. രാജാവ് ഉപവാസത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുകയാണ്. തന്നെ എളിമപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ ഞങ്ങൾ കൊന്ന് ഞാനും ഈ സ്ത്രീയും കൂടി ഭക്ഷിച്ചു. നാളെ അവൻ്റെ മകനെ കൊന്ന് തിന്നേണ്ടതാണ്. അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത്രയേറെ രൂക്ഷമായ ദാരിദ്ര്യത്തിലാണ്. തൻ്റെ മക്കളെ പോലും കൊന്ന് തിന്നുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഉള്ളത്. രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി. അവൻ പറഞ്ഞു, ഇത് കർത്താവാണ് ഇത് വരുത്തിയിരിക്കുന്നത്. ഇനി കർത്താവിൻ്റെ സഹായം എന്തിനു തേടണം? കർത്താവിൻ്റെ പ്രവാചകനായ എലീഷ, അവനോടാണ് കോപം എരിച്ചു കയറുന്നത്. ഇവിടെ പറയാണ്, ഷാഫാത്തിൻ്റെ മകനായ എലീഷയുടെ തല ഇനി അവിടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് എന്നോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ എലീഷയെ കൊല്ലുവാൻ വേണ്ടി ഫിർത്തിനെ പറഞ്ഞയക്കുകയാണ്. എലീഷ ആ സമയത്ത് അവിടെ ശ്രേഷ്ഠന്മാരോടുകൂടെ തൻ്റെ ഭവനത്തിലായിരിക്കുകയാണ്. അപ്പോൾ എലീഷ പറയുന്നുണ്ട്, അവൻ എൻ്റെ തലയ്ക്ക് വേണ്ടി ആളെ അയച്ചിരിക്കുകയാണ്, നിങ്ങളവൻ്റെ വാതിൽപ്പടി തടയുക. ഇതാ അവൻ്റെ യജമാൻ്റെ കാലടി ശബ്ദമല്ലേ കേൾക്കുന്നത്. അപ്പോൾ രാജാവ് അവൻ്റെ അടുത്തെത്തി. അവനോട് പറഞ്ഞു, ഇനി കർത്താവിൻ്റെ സഹായം എന്തിനാണ് തേടുന്നത്? ഇനി കർത്താവിനോട് ഞാൻ സഹായം തേടണോ? അപ്പോൾ പ്രവാചകൻ്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് അവിടുത്തെ വചനം ശ്രവിക്കാം. കർത്താവ് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കാം. സ്നേഹമുള്ളവരെ, ഇന്നും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നെട്ടോട്ടം ഓടാതെ ദൈവത്തിൻ്റെ സ്വരത്തിനായി കാത്തിരിക്കണം. സഭയിലൂടെ തിരുവചനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. 1-2 ആഴ്ചകൾക്ക് മുൻപ് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരു സഹോദരിയും അവൻ്റെ മകളെയും കണ്ടുമുട്ടി. ആ മകള് വളരെയേറെ ദേഷ്യക്കാരിയാണ്. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൾ അസ്വസ്ഥപ്പെടും എന്നൊക്കെ അവളുടെ അമ്മ പറഞ്ഞു. എന്തായാലും വേണ്ടിയില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുമായി അവരെ ഭവനത്തിലെത്തി. സംസാരം കേട്ടപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, അവളെന്തിന് പ്രശ്നം എല്ലാം തീരും, നീ പോയി ഒരു ധ്യാനം കൂടണം. അവൾ പറഞ്ഞു, എല്ലാ ധ്യാനത്തിലും ഞാൻ പോകുന്നില്ല, ഒരു ധ്യാനം കൂടാം. 5 ദിവസത്തെ 6 ദിവസം ഒരു ധ്യാനം. ഓക്കെ, പ്രാർത്ഥന എന്ന് കേട്ടാൽ അരിശം കൊള്ളുന്ന മകള് ധ്യാനത്തിന് പോകാൻ അവൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വന പിതാവേ, നന്മ നിറഞ്ഞു മറിയുമേ, ത്രിത്വസ്തുതിയും വിശ്വാസ പ്രമാണം എത്രയും നീളം മാതാവേ ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിച്ചു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ ആ ബൈബിൾ എടുത്ത് ഒന്ന് വായിക്കുക. അടയാളം വെച്ചിരിക്കുന്ന, പേപ്പറൊക്കെ അടയാളം വെച്ചിരിക്കുന്ന ബൈബിൾ ഉണ്ടാകും, ആ ഭാഗം നീ എടുക്കരുത്, അല്ലാതെ ഒരു ഭാഗം നീ എടുത്ത് വായിക്കുക. അവൾ തിരുവചന ഭാഗം എടുത്ത് വായിച്ചു. സങ്കീർത്തനമാണ് കിട്ടിയത്. സങ്കീർത്തനം കിട്ടി അവൾ വായിച്ചു. അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് അത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അത് അവളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിൽ സകലതും ഒളിഞ്ഞു കിടപ്പുണ്ട്. നിന്റെ ഹൃദയം തുറന്ന് വിശ്വസ്തയോടുകൂടി നീ ദൈവവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഇവിടെ ബെൻഹദാദിനോട് എലീഷ പറഞ്ഞു, നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രമിക്കാം. പ്രൈസ് ലോർഡ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവേ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.